മന്ത്രിസഭാ പുനഃസംഘടന ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ഇന്ന് കെ.ബി. ഗണേഷ് കുമാറിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും മന്ത്രിസ്ഥാനം നിശ്ചയിക്കും. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരമാണ് ഇരുവരും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ മാസം 29-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയുണ്ട്. ബിനോയ്, ഇടതുമുന്നണിയുടെ യോഗം എപ്പോഴാണ് ചേരുന്നത്? അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ അടക്കമുള്ള മന്ത്രിസഭയിലെ അഴിച്ചുപണിയാണ് പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് വെച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് LDF യോഗം ഇന്ന് ചേരുന്നത്. ഇന്നത്തെ LDF യോഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം കിട്ടിയ ബിനോയ് വിശ്വം പങ്കെടുക്കുന്ന ഒരു LDF യോഗമാണ്. രണ്ടാമത്തേത് മന്ത്രിസഭാ പുനഃസംഘടന. മാത്രവുമല്ല, മൂന്നാമത് ഇത്രയും ദിവസം ഏകദേശം ഒരു മാസത്തിലധികം നീണ്ടുനിന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു LDF യോഗമാണ് ഇന്ന് ചേരുന്നത്. LDF, അതായത് രണ്ടാമത് LDF മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് 2.5 വർഷം പൂർത്തിയാകുന്ന മന്ത്രിമാരായ ആന്റണി രാജുവും ഒപ്പം അഹമ്മദ് ദേവർകോവിലും രാജിവെക്കുന്നത്. ആ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് ബിയുടെ ആളായിട്ട് കെ.ബി. ഗണേഷ് കുമാറും ഒപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിലേക്ക് എത്തും. ഇത് മുൻ ധാരണ പ്രകാരമാണ്. നവംബർ 16-ന് ആണ് ഇവർ രാജിവെക്കേണ്ടിയിരുന്നത്. എന്നാൽ നവകേരള സദസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ആ മന്ത്രിമാരുടെ പ്രവർത്തനം കൂടി വിലയിരുത്തുന്നതിന് വേണ്ടിയായിട്ടായിരുന്നു ഇത്രയും നീണ്ടുപോയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ നിന്ന് കത്ത് വരെ അയച്ചിരുന്നു. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി ഗവർണർ ഇപ്പോൾ സ്ഥലത്തില്ല എങ്കിൽ പോലും രാജ്ഭവനിലെത്തി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കത്ത് നൽകിയെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇങ്ങനെ 2 മന്ത്രിമാരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു ചടങ്ങാക്കി മാറ്റുകയാണ് പതിവ്. എന്നാൽ വലിയൊരു പന്തലിട്ട് ചടങ്ങ് നടത്തണം എന്നൊരാവശ്യം, 1000 പേർ പങ്കെടുത്തൊരു ചടങ്ങ് നടത്തണം എന്നൊരാവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെയൊക്കെ അനുമതി നൽകേണ്ടത് ഗവർണറാണ്. സർക്കാരിൻ്റെ കത്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അനുമതി നൽകാൻ ഗവർണറും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്ഭവനിൽ ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് ഗവർണർ അനുമതി നൽകുമെന്നുള്ള കാര്യം അത് ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിഷയം ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിലെ പ്രധാന വിഷയം മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ്. അത്തരത്തിൽ അത് വലിയ ചർച്ചയാവാനുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. കാരണം നേരത്തെ തീരുമാനിച്ചു ഉറച്ചതുകൊണ്ട് തന്നെ മാറ്റും. അതേസമയം CPMലെയോ CPIയിലെയോ മന്ത്രിമാർക്ക് മാറ്റം വരാനുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങളെല്ലാം വിലയിരുത്തൽ മന്ത്രിമാരുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാറ്റത്തിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാം. അതേസമയം മറ്റൊരു കാര്യം ചർച്ച ചെയ്യപ്പെടുക നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള നവകേരള സദസ്സിന്റെ വിജയം എന്ന് തന്നെയാണ് LDFന്റെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമായും പല സ്ഥലങ്ങളിൽ നിന്നും നവകേരള സദസ് നടത്തുന്ന മേഖലകളിലൊക്കെ ഉണ്ടായ പ്രതിഷേധങ്ങൾ നേരിട്ട രീതികൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിന്റെ ജനസമ്മതി, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി LDF എടുക്കേണ്ട തീരുമാനങ്ങൾ, അതായത് ഇപ്പോൾ 2.5 വർഷം പൂർത്തിയാകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അടുത്ത 2.5 വർഷത്തേക്കുള്ള അജണ്ട നിർണ്ണയിക്കുന്ന ഒരു യോഗം കൂടിയാകാം. മാത്രവുമല്ല, വരാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇനി എപ്പോൾ വേണമെങ്കിലും തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPയുടെ കേന്ദ്ര കമ്മിറ്റി യോഗമെല്ലാം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന സ്ഥിതിക്ക് ഇനി അവർ തയ്യാറാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കാലതാമസമില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പതിവിൽ നിന്ന് വിരുദ്ധമായി ഇതുവരെയായിട്ടും LDF അല്ലെങ്കിൽ CPMോ CPIയോ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയോ അല്ലെങ്കിൽ തീരുമാനമോ ആയിട്ടില്ല. അതേസമയം കോൺഗ്രസ് ആകട്ടെ അവരുടെ സിറ്റിംഗ് MPമാരെല്ലാം തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അവരവരുടെ മേഖലകളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. BJPക്ക് മത്സരിക്കുന്ന ആളുകളെ ഏകദേശം തീരുമാനിച്ചില്ല എങ്കിൽ പോലും ചില ആളുകൾ, പ്രത്യേകിച്ച് V. മുരളീധരനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് LDF വളരെ കാര്യമായി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് മത്സരിക്കേണ്ടത് CPMനും CPIക്കും. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ധാരണകൾ ഒരു ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. എന്നാൽ തന്നെ നവകേരള സദസ്സും ഒപ്പം തന്നെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളും എല്ലാം ഒരു വിലയിരുത്തലായി മാറാനും സാധ്യതയുണ്ട്. ആതിര, ശരി, വ്യക്തമാണ് ബിനോയ്.